ഹലോ ഗായ്സ്, നമസ്കാരം. ഞാൻ പിന്നെയും വന്നിട്ടുണ്ടേ. അപ്പം നിങ്ങളങ്ങനെ കുറേ സഹിക്കേണ്ടി വരും അല്ലേ. ഞാൻ ഇന്നും ഒരു വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് KFC ചിക്കനാണേ. നമ്മൾ KFC ചിക്കൻ കിട്ടിയാൽ അപ്പം തന്നെ കടിച്ച് പറിച്ച് അങ്ങ് തിന്നുമല്ലേ. പക്ഷെ ഞാനങ്ങനല്ല. ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ഒരു KFC ചിക്കൻ കൊണ്ടൊരു മസാല ഉണ്ടാക്കാൻ പോവാം. ചിക്കൻ മസാല നല്ല അടിപൊളിയാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കി വെക്കാൻ പോവാണ്. പിന്നെ ഇതൊരു ചൈനീസ് ഡിഷാണെന്ന് എൻ്റെ ആങ്ങള പറഞ്ഞത്. എൻ്റെ ആങ്ങളെ എനിക്ക് ചിക്കൻ കൊണ്ട് തന്നത്. ഇതിങ്ങനെ തന്നെ കിട്ടുന്ന പാക്കറ്റാണ് കേട്ടോ. പാക്കറ്റ് കിട്ടുന്നതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ തന്നെ കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ മസാലയൊന്നും KFCയുടെ മസാലയൊന്നും കൂട്ടി കാണിക്കാൻ എനിക്ക് പറ്റത്തില്ല. കാര്യം നമുക്ക് ഇങ്ങനെ കിട്ടിയതുകൊണ്ട് അത് ഞാൻ വറുത്ത് വെച്ചിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാൽ കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു മസാല ഞാൻ ചെയ്യാൻ പോവാണേ. ഇത് നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള അരിഞ്ഞത്. സവാള കണ്ട നല്ല ഒന്നൊന്നേ തൊടാതിരിക്കുന്നുണ്ട്. സവാള അരിഞ്ഞത്, പിന്നെ ഞാൻ നേരത്തെ ചെത്തി വെച്ച തൊലി കളഞ്ഞ തക്കാളി, പിന്നെ കുറച്ച് ക്യാബേജിനെ ഇങ്ങനെ അരിഞ്ഞേക്കുന്നുണ്ടോ. അതുപോലെ തന്നെ പിടിപ്പയർ, വലിയ പയർ ഒരിച്ചിരിയുണ്ട്. പിന്നെ ഒനിയൻ ലീഫ്, മല്ലിച്ചപ്പ്, ലാസ്റ്റ് നമുക്ക് ഇച്ചിരി എന്താ പറയുക, ഉള്ളി വറുത്തത്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഞാൻ പാനെടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ സവാള വറുത്ത എണ്ണ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വെളുത്തുള്ളിയാണ് നമ്മളിടുന്നത്. ഇതിനകത്ത് കടുവും ഉലുവയും ഒന്നും വേണ്ട, വെളുത്തുള്ളിയാണ് നമ്മളിട്ട് കൊടുക്കുന്നത്. പിന്നെ വെളുത്തുള്ളി ഒന്ന് വാടി വരട്ടെ. അപ്പോഴത്തേന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇഞ്ചിയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. ഈ കറിക്ക് കറിവേപ്പില വേണ്ട, കടുവൊന്നും വേണ്ട. ഓക്കെ, ഇതൊന്ന് ഇളക്കിയൊന്ന് മൂപ്പിക്കട്ടെ. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഒന്ന് നല്ലപോലെ മൂത്തിട്ടുണ്ട് കണ്ട. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട് കണ്ട. ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ടത് സവാളയാണ്. നമുക്ക് സവാള ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് മൂത്ത് വരട്ടെ. അതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളകും കൂടെ അങ്ങിട്ട് കൊടുത്തേക്കാം. ഒരു 4 പച്ചമുളകും 2 കാന്താരി ഞാൻ എടുത്തിട്ടുണ്ട്. എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് കാന്താരിയും കൂടെ 2 എണ്ണം എടുത്തത് കേട്ടോ. അത്ര എരിവൊന്നും ഈ മസാലയ്ക്ക് അത്ര എരിവൊന്നും വേണ്ടാത്തതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന നിങ്ങളാരും ഉണ്ടാക്കാത്തതാണെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ ഉണ്ടാക്കിയവരാണെങ്കിൽ അല്ലെങ്കിൽ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, വിട്ടേക്ക്. ഓക്കെ, നമ്മുടെ സവാള ഇങ്ങനെ ചെറുതായിട്ട് വഴണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നല്ലോ, ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പില വേണ്ടാത്ത മസാല ആയതുകൊണ്ട് രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ എനിക്ക് കറിവേപ്പില എന്ന് വെച്ചാൽ ഒരു കറിക്ക് ഒരു 10 പ്രാവശ്യം ഞാൻ കറിവേപ്പില ഇടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പിലയുടെ സ്മെല്ലും അതിൻ്റെ ഗുണമൊക്കെ. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളി ഏറെക്കുറെ വാടി വന്നിട്ടുണ്ട്. ഈ ഉള്ളി അങ്ങ് മൂത്ത് പോകാൻ പാടില്ല കേട്ടോ. ഒന്ന് വഴണ്ട് നല്ലപോലെ വരണം. ഇത് മൂക്കാൻ പാടില്ല. ഇപ്പം തന്നെ നല്ലൊരു മണം വന്നിട്ടുണ്ട്. പച്ചമുളകും എല്ലാം കൂടെ നല്ല വഴണ്ട് വന്നൊരു നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചത് പയർ ഇട്ട് കൊടുക്കാം. പിടിപ്പയർ ഉണ്ടായിരുന്നില്ലേ, അതങ്ങ് ഇട്ട് കൊടുത്തേക്കാം. അന്നങ്ങ് ഇളക്കി കൊടുക്കാം. നമുക്ക് ഒന്ന് എല്ലാം കൂടെ പയറൊന്ന് വാടി വരട്ടെ. പയറൊന്ന് വാടിയതിന് ശേഷം ബാക്കി ചെയ്യാം. നമ്മുടെ പയറെല്ലാം നല്ലപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ടത് ക്യാബേജാണ്. ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ക്യാബേജ് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. 2 മിനിറ്റ് മാത്രം. ഇത് ഒത്തിരി അങ്ങ് വെന്തളിഞ്ഞ് പോകേണ്ട പച്ചക്കറികളൊന്നും അല്ല, അതുകൊണ്ടാണ്. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ക്യാബേജ് ഒന്നും ഒത്തിരി വേവില്ലാത്ത സാധനമല്ലേ. നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തൊലിയെല്ലാം കളഞ്ഞ അരിഞ്ഞ തക്കാളി നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. തക്കാളി അരിഞ്ഞിട്ടേക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കുറച്ച് വലിയ പീസായിട്ട് മുറിച്ചിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇച്ചിരി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പ്, ഇച്ചിരി ഓണിയൻ ലീഫും കൂടെ ഇട്ട് കൊടുക്കാം. 2 കൂടെ കുറച്ചിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക്
നമുക്കൊരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ശക്കല ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ടാൽ മതി. ഒരുപാട് ഉപ്പ് വേണ്ട, കാരണം ചിക്കനൊക്കെ ഉപ്പുള്ളതുകൊണ്ട് വലിയ ഉപ്പൊന്നും വേണ്ടേ. ഏറെക്കുറെ നമ്മൾ മസാലക്കൂട്ടെല്ലാം ഒന്ന് അത് ആയിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. തക്കാളി അങ്ങ് വെന്തുടയാൻ നിൽക്കണ്ട കേട്ടോ. ഇത് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് പെരുംജീരകപ്പൊടി വേണം. പെരുംജീരകപ്പൊടി, പിന്നെ നമുക്ക് കുരുമുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി. ഇത് നമുക്ക് മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയാണ്. 2 സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാശ്മീരി മുളക് പൊടി. ഇനി നമുക്ക് ഇച്ചിരി ഗരം മസാലയെ കൂടെ വേണം. കുറച്ച് മതി ഗരം മസാല, ഇച്ചിരി മാത്രം മതി ഗരം മസാല. പിന്നെ ഞാൻ ഇതിൻ്റെ ഒന്നും അളവ് പറയാത്ത എന്താണെന്നറിയോ, നമുക്ക് ഇതിൻ്റെ അളവ് പറയുമ്പം എല്ലാവരും ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആകത്തില്ല. എല്ലാവരും അവരുടെ ഇഷ്ടത്തിന് ചിലപ്പോൾ കൂടുതൽ ചെയ്യുന്നവരും കുറച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും. അപ്പം ഞാൻ ഇച്ചിരി കൂടുതൽ ചെയ്യുമ്പോൾ എനിക്ക് ഇച്ചിരി കൂടുതൽ മസാല ചേർക്കണമല്ലോ. അപ്പം ഞാൻ ഇച്ചിരി മസാല കൂടുതൽ ചേർക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഉപ്പ് അതുപോലെ, ഞാൻ ഉപ്പിൻ്റെ അളവൊന്നും ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന സാധനത്തിൻ്റെ അളവ് കൂടിയും കുറഞ്ഞും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മളൊരു അളവ് പറഞ്ഞു കൊടുത്താൽ അത് ശരിയാകണമെന്നില്ലല്ലോ. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് ഉപ്പിടാനും മുളകിടാനും ഒക്കെ നമ്മളങ്ങ് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. നമ്മുടെ മസാലയെല്ലാം നല്ലതായിട്ടുണ്ട്. നമ്മുടെ മസാല കണ്ട വെള്ളമൊന്നുമില്ല, നല്ല ഡ്രൈ ആണ്. ഇനിയിപ്പോൾ നമ്മൾ ഒരു അര ഗ്ലാസ് മേലിൽ വെള്ളം ഒഴിച്ച് കൊടുക്കും. തണുപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അത് നമ്മുടെ ചിക്കനൊന്നും മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മസാല ഒന്ന് ചിക്കനൊന്ന് പിടിക്കണമെങ്കിലേ ഇച്ചിരി വെള്ളം വേണ്ടേ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്ത് അങ്ങ് ചാറാക്കരുത്. ഇതൊന്ന് കുഴഞ്ഞിരിക്കേണ്ട, ഒരു മസാല കുഴഞ്ഞിരിക്കേണ്ട സാധനമാണ് കേട്ടോ. നോക്കിക്കോ, ഇങ്ങനെ ഇരിക്കേണ്ടത്. ഇതിനകത്താണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന, നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കുക. നോക്കിക്കേ, നല്ല കിലുകിലാന്ന് സൗണ്ട് കേൾക്കുന്ന കേട്ടോ. നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ട് നല്ലപോലെ വറുത്ത് വെച്ച ചിക്കനാണ്. ഇനി നമ്മൾ ഒരുപാട് അങ്ങ് ഇളക്കി കൊടുക്കരുത്, കാര്യം അതിൻ്റെ കോട്ടിങ്ങി പോവും കേട്ടോ. കിൻഡാക്കിയല്ലേ, KFC ചിക്കൻ ആയതുകൊണ്ടേ നമ്മൾ ഒരുപാട് അങ്ങ് ഇളക്കി കൊടുക്കാൻ പാടില്ല, കാരണം അതിൻ്റെ പുറത്തുള്ള കോട്ടിങ്ങി പോകണ്ട. അതങ്ങനെ തന്നെ ഇരിക്കണം. നോക്കിക്കേ എങ്ങനെയുണ്ട് ഇപ്പം കണ്ടിട്ട്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ, കാരണം എനിക്ക് നിങ്ങൾക്ക് ആർക്കും ഉണ്ടാക്കിക്കൊണ്ട് തരാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കിയിട്ട് കഴിച്ചോണം കേട്ടോ. ഇപ്പം എങ്ങനെയുണ്ട് നമ്മുടെ KFC മസാല? അടിപൊളിയല്ലേ, കണ്ടാ? നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും. ചപ്പാത്തിക്കോ ബിരിയാണിക്കോ ചോറിനോ ഏത് ഭക്ഷണത്തിനും കൂടെ കഴിക്കാൻ പറ്റും. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഏറെക്കുറെ എൻ്റെ നമ്മൾക്കെല്ലാം ആയി വന്നിട്ടുണ്ട്. രണ്ട് മൂന്ന് സെക്കൻഡും കൂടെ മതി. ഏറെക്കുറെ നമ്മുടെ ചിക്കൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ എങ്ങനെയുണ്ട്, നല്ല സൂപ്പറല്ലേ. പൊറോട്ട ഒക്കെ മേടിച്ചങ്ങോട്ട് കഴിച്ച എല്ലാവരും കൂടെ. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് മേളിൽ കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് ഒനിയൻ ലീഫ്, പിന്നെ നമുക്ക് ഇച്ചിരി കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഇച്ചിരി കസ്തൂരി മേത്തി നമുക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സാക്കി മൂടി അങ്ങ് വെച്ചേക്കാം. അപ്പം വിശക്കുന്നവർ എല്ലാവരും വന്ന് എടുത്ത് കഴിച്ചോളൂ കേട്ടോ. എനിക്കൊരു പരാതിയില്ല, നല്ലപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതുപോലെ KFC കിട്ടുമ്പം പെട്ടെന്ന് കഴിക്കാതെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നോക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്കതിൻ്റെ പുറത്ത് നമ്മുടെ ഫൈനൽ ഉള്ളി വറുത്തത് ഇട്ട് കൊടുക്കാം. ഉള്ളി വറുത്തത് ഇട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് ഇളക്കി മറിക്കണ്ട, കുറച്ച് മസാലയെല്ലാം അങ്ങനെ നിന്നോട്ടെ. ഉള്ളി വറുത്ത എല്ലാം മേളിൽ കാണുന്നുണ്ട്. നോക്കിക്കേ ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ KFC മസാല, അടിപൊളിയല്ലേ. അപ്പം KFC ഇനി മേടിച്ചുകൊണ്ട് വന്നാൽ വല്ലപ്പോഴും ഇതുപോലെ ചെയ്താൽ ചിലപ്പം നമുക്ക് 2 ദിവസം കഴിക്കാൻ പറ്റും. കാരണം മറ്റേത് ഒരു നേരം കൊണ്ട് എല്ലാം അങ്ങ് കഴിക്കുമല്ലേ. ഇത് നമുക്ക് 2 ദിവസം കഴിക്കാം. രാവിലെ കഴിക്കാം, വൈകിട്ടും കൂടെ കഴിക്കാം ഇല്ലേ.
അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് തരണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ് ചെയ്യണം, ഞങ്ങളെ സഹായിക്കണം. ഓക്കെ, ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ വരുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ലൈക്ക് തരണേ കേട്ടോ. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചോ കേട്ടോ ഒരിക്കൽ കൂടെ. ഓക്കെ, ബൈ, ടാറ്റാ.